ഹലോ, ഇന്ന് നമ്മുടെ കർക്കിടക മാസത്തിലെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 27ാമത്തെ ഡേ ആണ്. കർക്കിടകം കഴിഞ്ഞു, പക്ഷേ ചലഞ്ച് ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. ഇനി ഒരു 2-3 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫ്രഷായിട്ട് നിങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പൗഡേഴ്സ് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്ന് പറയാം. ഒരു കൈപ്പിടി മുക്കുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു തുളസി ഇല ഒരു 7-8 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കറിവേപ്പിലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതൊരു 2-3 തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഫ്രഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പം ഞാൻ ഫ്രഷായിട്ട് എനിക്ക് കിട്ടിയ ഇലകളൊക്കെ ഞാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കേട്ടോ. കഴുകിയെടുത്ത് ആ ഒരു മുക്കുറ്റിയുടെ ഇലകളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഇലകളൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല, തുളസി ഇല, ഇവ 3ഉം കൂടി നന്നായിട്ട് കഴുകി ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു പെണ്ണ് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളിങ്ങനെ തുരുതുരെ ഉമ്മ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ എനിക്കിപ്പോൾ ഉമ്മ തന്നത്. അങ്ങനെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു തൈരിലാണ് ഈ ഒരു ഇലകളൊക്കെ ഇന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആളാണ് ഇന്നത്തെ എൻ്റെ സഹായി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂടി ഇതേ പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തുണിയിലൊന്ന് ഞാൻ അരിച്ചെടുത്തു. ഇനി എൻ്റെ കയ്യിൽ ഫ്രഷായിട്ട് ഇല്ലാത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയായിരുന്നു. അതിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നീം ലീവ്സിൻ്റെ പൗഡർ എടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ അത് 1 സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. മുടിയുടെ ലെങ്തിലേക്ക് വളരെയധികം എന്താ പറയുക, അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്കാൽപ്പിലേക്കാണ് ഈ ഒരു പാക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പം ഞാൻ മുടിയിൽ ഇൻവേർഷൻ മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തലേന്ന് നൈറ്റ് ഒന്ന് സ്കാൽപ്പിൽ വളരെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുടിയുടെ ലെങ്തിലേക്കൊന്നും ഞാൻ ഓയിൽ ഇട്ടിട്ടില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ എൻ്റെ മുടി നല്ലൊരു ഷൈനിങ് ആയിട്ട് എന്താ പറയുക, ഓയിലുള്ള മാതിരിയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിനി വേറെ ഓയിൽ അതിനകത്തോട് ചെയ്ത് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുടിയുടെ ടെക്സ്ചർ തന്നെ ഒന്ന് മാറി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു പാക്ക് നല്ലോണം സ്കാൽപ്പിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓരോരോ സെക്ഷനായിട്ട് എടുത്തിട്ട് നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുക്കുറ്റി നമ്മുടെ മുടി വേരുകളെ നന്നായിട്ട് സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നതാണ്. പ്ലസ് സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കാൻ സഹായിക്കുന്നതാണ്. തുളസിയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആൻറ്റി ഫംഗൽ നമ്മുടെ ഈ ഒരു ഡാൻഡ്രഫ് പ്രശ്നങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മരുന്നാണ്. പിന്നെ പെയിനൊക്കെ ഉണ്ടെങ്കിൽ പെയിനും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഈ ഒരു തുളസി ഇല വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണെങ്കിൽ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാനും അതിനകത്ത് അടങ്ങിയിട്ടുള്ള ആ ഒരു വൈറ്റമിൻ ബിയുടെ സോഴ്സസ് കാര്യങ്ങളൊക്കെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതാണ്. ഈ ഒരു കറിവേപ്പിൻ്റെ ഓയിലൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഡാർക്കനിങ്ങിനും മുടി വളരാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ചേർത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു നീം ലീവ്സിൻ്റെ പൊടിയായിരുന്നു. ഞാൻ അത് ഫ്രഷായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് പൊടിയായിട്ട്. ഫ്രഷായിട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഫ്രഷായിട്ട് നിങ്ങൾ എടുക്കുന്ന ഇലകളാണ്. അതും ഒരു കൈപ്പിടിയോളം എടുക്കുക ഇലകളായിട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ ഡാൻഡ്രഫ് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കാൽപ്പിലുണ്ടാകുന്ന ഇച്ചിനെസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്നതാണ്. പ്ലസ് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് കൂളാകാൻ കൂടി സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ തൈര്
നമുക്ക് നന്നായിട്ടൊന്ന് നൗറിഷ് ചെയ്യാൻ, നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നന്നായിട്ടൊന്ന് നൗറിഷ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു ഷൈൻ കൊടുക്കാനും, ഹെയറിന് നല്ലൊരു ഷൈൻ കൊടുക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിലുള്ള ടോട്ടൽ പ്രശ്നങ്ങളെയും അകറ്റാൻ വേണ്ടിയിട്ടും ഹെയർ ഫോളിക്കിൾസ് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. മുടി കൊഴിച്ചിൽ ഈ ഒരു പ്രശ്നങ്ങളാലാണ്, അതായത് സ്കാൽപ്പിലുള്ള ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ഡാൻഡ്രഫോ അങ്ങനെ പുറമേ നമുക്ക് ഈ ഒരു സ്കാൽപ്പിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടാകുന്നതെങ്കിൽ ആ ഒരു മുടി കൊഴിച്ചിലിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കുന്നതാണ്. ഈ ഒരു ചലഞ്ചിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഹെയർ പാക്കുകളും ഏറ്റവും അടിപൊളി റിസൾട്ട് തരുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് നമുക്ക് വെച്ചാൽ മതിയാകും, കാരണം ഇത് നന്നായിട്ട് ഒരു തണുപ്പുള്ള ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ അത് 30 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. ഷാമ്പു വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട. ഒരുപാട് ഓയിലി ടൈപ്പ് ഹെയറൊക്കെ ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഷാമ്പു ചെയ്തോളൂ. അത് മാക്സിമം നിങ്ങൾ നാച്ചുറൽ ഷാമ്പൂസ് തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.